ഹായ് കുട്ടീസ്, ദി ക്രിസ്മസ് എക്സാമിന് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് പരിചയപ്പെട്ടാലോ. ബോർഡിൽ കാണുന്ന സീരീസ് നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. സോ സീരീസിൽ നിങ്ങൾക്ക് കാണുവാണെങ്കിൽ ശ്രേണികളാണ് കാണുന്നത്. ഈ ശ്രേണികളിൽ ആഡ് ചെയ്ത് വരുന്ന രീതിയിൽ, ഇൻക്രീസ് ചെയ്ത് വരുന്ന രീതിയിലാണ് ഈ ശ്രേണികൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നോക്കാം, 3225 എത്രയോ നമ്പർ ആഡ് ചെയ്തപ്പം എത്ര കിട്ടി? എനിക്ക് 4325 കിട്ടി. 4325 കിട്ടി. വീണ്ടും അതേ നമ്പർ തന്നെ ആഡ് ചെയ്തപ്പോ എനിക്ക് എത്ര കിട്ടിയടാ? 5425 കിട്ടി. സോ ഏത് നമ്പറാണ് ഇവിടെ കൂടി വരുന്നത്? 1100 വെച്ചാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ കൂടി വരുന്നുണ്ടായിരിക്കുക. സോ അടുത്ത നമ്പർ കിട്ടാൻ നിങ്ങൾ എത്ര വെച്ച് ആഡ് ചെയ്യണം? 1100 വെച്ച് കൂട്ടി വരണം ഇല്ലേ? 5425 1100 ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 6525 എന്ന് വരും. അടുത്ത വീണ്ടും 1100 കൂടണം. അപ്പൊ വീണ്ടും 1100 കൂടുവാണെങ്കിൽ 7625 എന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ അധികവും ക്രിസ്മസ് എക്സാമിന് കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇതിൽ എപ്പോഴും ഇങ്ങനെ ഇൻക്രീസിംഗ് ആയിട്ട് തന്നെ വരണമെന്ന ഒരു നിർബന്ധവും ഇല്ല. നോക്കിക്കേടാ, താഴെ തന്നിരിക്കുന്ന രണ്ട് ശ്രേണികളും രണ്ട് സീരീസുകളും ഡിക്രീസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ രീതിയിൽ എത്ര നമ്പർ വെച്ചിട്ടാണ് ഈ സീരീസ് ഡിക്രീസ് ചെയ്യുന്നത്, അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള രണ്ട് നമ്പർ ആരായിരിക്കും എന്നുള്ള രണ്ട് ശ്രേണിയുടെ ഉത്തരം നിങ്ങൾ തന്നെ നമ്മളെ കമന്റ് ബോക്സിൽ പറയുക. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടായിരിക്കും, നമ്മുടെ സൈലത്തിന്റെ എൻഡ് ഗെയിം ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ബോർഡിൽ കാണുന്ന നമ്പറിൽ എന്നെ മക്കൾ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ എൻഡ് ഗെയിം ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ റിവിഷൻ ക്ലാസ്സുകളും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാം, മുന്നോട്ടേക്കുള്ള എക്സാമിനും പഠിച്ചു തുടങ്ങാം.